Hi everyone, welcome back to Learning Planet. എല്ലാവർക്കും ലേണിംഗ് പ്ലാനറ്റിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ SSLC പരീക്ഷ എഴുതുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട് SSLC പരീക്ഷ എഴുതുന്നവർക്ക് 9ാം ക്ലാസ് 8ാം ക്ലാസ് ഈ ക്ലാസ്സുകളിലൊക്കെ കുട്ടികളുടെ ഗ്രാമർ ഏരിയയിൽ റിപ്പോർട്ടഡ് സ്പീച്ച് എന്നൊരു ഭാഗമുണ്ട്. അത് പലപ്പോഴും അതിൻ്റെ മാർക്ക് കുട്ടികൾക്ക് നഷ്ടപ്പെടാറുണ്ട്. അപ്പോൾ ടെൻസിലെ ചേഞ്ചസ്, സെൻറ്റൻസുകൾ എങ്ങനെയാണ് നമ്മൾ അത് കൺവേർട്ട് ചെയ്യുമ്പോൾ അതിനുള്ള മാറ്റങ്ങൾ, അതെല്ലാം ഒന്ന് പറഞ്ഞു തുടങ്ങാം. ഒറ്റ ക്ലാസ് കൊണ്ട് തീരില്ല, പക്ഷേ ക്ലാസ് ശ്രദ്ധിച്ചിരിക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് പൂർണ്ണമായിട്ടും പ്രയോജനപ്പെടും. നമ്മുടെ ക്ലാസ്സുകൾ സ്ഥിരമായി കാണുന്നവർക്ക് ഇത് മനസ്സിലാക്കാൻ പ്രയാസമൊന്നുമില്ല. ഇടയ്ക്ക് ഒരു ദിവസം ഇങ്ങനെ നമുക്ക് ഒരു ഗ്രാമർ ക്ലാസ് വേണ്ടതായിട്ടുണ്ട്. പരീക്ഷ എഴുതുന്ന കുട്ടികളൊക്കെ വീടുകളിലുണ്ടാവും, അവരെ ഉദ്ദേശിച്ചാണ് ചെയ്യുന്നത്. എല്ലാവരും സഹകരിക്കാം. ഓക്കെ റിപ്പോർട്ട് ദ ഫോളോയിങ് ഡയലോഗ്. ഇങ്ങനെയായിരിക്കും നമുക്ക് ചോദ്യം വരിക. 8, 9, 10 ക്ലാസ്സുകളിൽ ഇത് വരുന്നുണ്ട്. 10ാം ക്ലാസ്സുകാരാണ് ഇപ്പം വളരെ പ്രധാനപ്പെട്ട നിർണായകമായ പരീക്ഷ എഴുതുന്നത്. അപ്പോൾ അതിൽ മാർക്ക് A+ നഷ്ടപ്പെടുത്താൻ സാധ്യത ഉള്ളതും എന്നാൽ വളരെ എളുപ്പമുള്ളതുമായ ഒരു ഏരിയയാണ്. ഇപ്പം നമുക്കൊരു കോൺവെർസേഷൻ തരും. ടെക്സ്റ്റ് ബുക്ക് ഓറിയൻറ്റഡ് ആയിരിക്കും അധികവും. ഇപ്പോൾ ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം, സ്നേക്ക് ആൻഡ് ദ മിറർ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നാണ് ഈ ചോദ്യം വന്നിരിക്കുന്നത്. എ ഫ്രണ്ട്, വൈ ആർ യു വറീഡ്? ഹോമിയോപാത്ത്, നമ്മൾ ഹോമിയോ ഡോക്ടർ പറയാണ്, എ സ്നേക്ക് കോയിൽഡ് അറൗണ്ട് മൈ ആം. ഇനി റിപ്പോർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതെന്തൊക്കെയാണ് ഇവിടെ തന്നിരിക്കുന്നത് എന്ന് നോക്കണം. വൈ ആർ യു വറീഡ് ഒരു ഇൻറ്ററോഗേറ്റീവ് സെൻറ്റൻസ്, അതായത് ഒരു ചോദ്യമാണ് ഇവിടെ വന്നിരിക്കുന്നത്. പ്രത്യേകിച്ച് ഇവിടെ ഒരു WH ക്വസ്റ്റ്യൻ, വൈ, വാട്ട്, അതായത് WH വേർഡ് അല്ലേ, വാട്ട്, വെൻ, വെയർ, വിച്ച് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ക്വസ്റ്റ്യൻ ഉണ്ടാക്കിയതുകൊണ്ട് അതൊക്കെ കുട്ടികൾ കാണുന്നുണ്ടോയെന്നറിയില്ല. അപ്പോൾ ഇങ്ങനെ ക്വസ്റ്റ്യൻ വേർഡ് വന്നിട്ടുണ്ടോ നോക്കുക, അതല്ല ഓക്സിലറി വെച്ചിട്ടാണോ നോക്കുക. അപ്പോൾ ക്വസ്റ്റ്യൻ വേർഡ് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനെ ഇൻഫർമേഷൻ ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ WH ക്വസ്റ്റ്യൻ എന്നാണ് പറയുക. അപ്പോൾ ഇതൊരു WH ക്വസ്റ്റ്യൻ ആണ്. ഇനി രണ്ടാമത്തെ നോക്കാം, ഹോമിയോപാത്ത്, എ സ്നേക്ക് കോയിൽഡ് അറൗണ്ട് മൈ ആം. ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്, ഒരു ഡിക്ലറേറ്റീവ് സെൻറ്റൻസ് ആണ്, ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് തന്നിരിക്കുന്നത്, സാധാരണ ഒരു സെൻറ്റൻസ് ആണ് തന്നിരിക്കുന്നത്. ഇനി നമ്മൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മളത് ഏത് ടെൻസിലാണ് തന്നിരിക്കുന്നത് എന്നാണ് നമ്മൾ ഇനി പഠിക്കാനുള്ളത്. അപ്പോൾ നോക്കാം, ഇതിൻ്റെ ആൻസർ പറഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് പ്രയാസമുണ്ടെങ്കിൽ നമ്മളിതിൻ്റെ എല്ലാ ബേസും നമുക്ക് ഇതിന് ശേഷം ഒന്ന് എഴുതി നോക്കാം. അപ്പോൾ നോക്കാം, എ ഫ്രണ്ട് ആസ്ക് ഹോമിയോപാത്ത്. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് ഇതിൽ 2 പാർട്ടാണുള്ളത്. ഇതാണ് ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട്. അപ്പോൾ നോക്കാം, എ ഫ്രണ്ട്, ഇവിടെ എ ഫ്രണ്ട്, ഈ ഫ്രണ്ട് ആരോടാണ് ചോദിക്കുന്നത് നോക്കാം. ഇത് ചോദ്യമായതുകൊണ്ട് തന്നെ നോക്കാം, എ ഫ്രണ്ട് ആസ്ക്ഡ്, ചോദിച്ചു എന്ന് വരും. ചോദ്യമായതുകൊണ്ട് നമ്മൾ അങ്ങനെ ചോദിച്ചു പറയുകയാണ്, നമ്മൾ സെഡ് എന്ന് പറയും. സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ ആണെങ്കിൽ സെഡ് എന്ന് പറയും. അതല്ല നമ്മൾ ഒരു ഇമ്പറേറ്റീവിൽ റിക്വസ്റ്റ് ചെയ്യുകയാണെങ്കിൽ റിക്വസ്റ്റഡ് എന്ന് പറയും. ആജ്ഞാപിക്കുകയാണെങ്കിൽ ഓർഡേർഡ് അല്ലെങ്കിൽ കമാൻഡഡ് എന്ന് പറയും. അപ്പോൾ ഇങ്ങനെ അതേപോലെ എൻട്രീറ്റഡ് എന്ന് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. എൻട്രീറ്റഡ് ഏണസ്റ്റ്ലി അങ്ങനെയൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ നോക്കാം, അപ്പോൾ ഇങ്ങനെ നമുക്ക് റിപ്പോർട്ടിംഗ്, ഇതാണ് റിപ്പോർട്ടിംഗ് സബ്ജക്റ്റ്, ഇതിൻ്റെ കൂടെ ഒരു വെർബ് ഉണ്ട്, ഇതിൻ്റെ റിപ്പോർട്ടിംഗ് വേർബ്, ഇതാണ് ഒബ്ജക്റ്റ്. ഇനി നമ്മൾ അടുത്ത ഒരു സെൻറ്റൻസ് ഇതിലേക്ക് കണക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്, അതായത് ഇത് നമ്മൾ ഇതിലേക്ക് കണക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ കണക്ട് ചെയ്യുമ്പോൾ ഒരു കോറിലേറ്റീവ്, നമുക്കൊരു ഒരു കണക്ടർ വേണം, ഒരു ലിങ്കർ വേണം അല്ലേ. അപ്പോൾ സാധാരണഗതിയിൽ സെൻറ്റൻസ് ആണെങ്കിൽ നമ്മളിവിടെ ദാറ്റ് എന്നാണ് ചേർക്കുക. സാധാരണ സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ കണക്ട് ചെയ്യുമ്പോൾ ദാറ്റ് എന്നാണ് ചേർക്കുക. അതേ സമയത്ത് ഒരു WH ക്വസ്റ്റ്യൻ ആണ് വരുന്നതെങ്കിൽ അവിടെ നമുക്ക് ദാറ്റ് എന്ന് ചേർക്കേണ്ട, പകരം ആ ക്വസ്റ്റ്യൻ വേർഡ് അവിടെ എഴുതിയാൽ മതി. വൈ എന്നാണ് തന്നിരിക്കുന്നതെങ്കിൽ വൈ എന്ന് തന്നെ നമുക്ക് അവിടെ എഴുതാം. ഓക്കെ, പകരം യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ്, ഈ വൈ ഇല്ല എന്ന് വിചാരിക്കുക, ആർ യു വറീഡ് അങ്ങനെയാണ് ചോദിക്കുന്നത് വിചാരിക്കുക. അപ്പോൾ നമ്മളിവിടെ ഈ ഓക്സിലറി ചേർക്കാൻ പറ്റില്ല, പകരം അവിടെ ഇഫ് എന്നോ വെദർ എന്നോ ഏതെങ്കിലും ഒരു പദം ഉപയോഗിക്കാം. അതാണ് അവിടുത്തെ ഒരു കോറിലേറ്റീവായിട്ട് ഒരു കണക്ടറായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, സാധാരണ സ്റ്റേറ്റ്മെൻറ്റ് വരികയാണെങ്കിൽ ദാറ്റ് എന്നാണ് ചേർക്കേണ്ടത്. അതല്ല ഒരു WH ക്വസ്റ്റ്യൻ ആണ് വരുമെങ്കിൽ ക്വസ്റ്റ്യൻ വേർഡ് WH വേർഡ് അവിടെ ചേർക്കുക. യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഇഫ് അല്ലെങ്കിൽ വെദർ എന്ന് നിങ്ങൾക്ക് ചേർക്കാൻ പറ്റും. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഓർക്കണം. അതിനുശേഷം നമ്മൾ ഇത് ഏത് ടെൻസിലുള്ള ചോദ്യമാണ് എന്നും കൂടെ പഠിക്കണം. നിലവിൽ പ്രസൻറ്റിലാണ് തന്നിരിക്കുന്നതെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയ പാസ്റ്റിലേക്ക് വരും. സിമ്പിൾ പ്രസൻറ്റിലാണെങ്കിൽ
സിമ്പിൾ പാസ്റ്റിലേക്ക് വരും. എന്ന് വെച്ചാൽ ഇവിടെ ആം ഈസ് ആറൊക്കെ വരികയാണെങ്കിൽ അത് പാസ്റ്റിലേക്ക് മാറുമ്പോൾ വാസ് എന്നോ വേറെന്നോ ഒക്കെയാണ് വരിക. പാസ്റ്റിലാണ് തന്നിരിക്കുന്നതെങ്കിൽ പാസ്റ്റ് പെർഫെക്റ്റിലേക്ക് നിങ്ങൾ മാറ്റി എഴുതണം. അപ്പോൾ അത്രയും കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ വേണം. അപ്പോൾ ഞാനത് ഇതിൻ്റെ തുടക്കം മുതൽ നമ്മളത് ബോർഡിൽ എഴുതി ഓരോന്നും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം എഴുതിയതിന് ശേഷം നമുക്ക് ബാക്കി കാര്യങ്ങൾ നോക്കാം. ഇപ്പോൾ കൺഫ്യൂഷൻ ഉണ്ടെങ്കിലാണ് നമ്മൾ ബാക്കി നോക്കാം. ഓക്കെ, നോക്കാം, നമുക്കതിൻ്റെ ഉത്തരം നോക്കാം. ചോദ്യം ഇതായിരുന്നു. ഒരു ഫ്രണ്ട് ഹോമിയോപാത്തിനോട് ചോദിക്കുകയാണ് അല്ലേ. അപ്പോൾ ഫ്രണ്ട് ചോദിച്ചു വൈ ആർ യു വറീഡ്. അപ്പോൾ ഫ്രണ്ട് ആരോട് ചോദിച്ചു? ഈ ഫ്രണ്ട് ഹോമിയോപാത്തിനോട്, അതായത് ഹോമിയോ ഡോക്ടറോടാണ് ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഉത്തരം തുടങ്ങുന്നത് ഇങ്ങനെയാണ്. നമുക്ക് തന്നിട്ടുണ്ടത് അതായത് അതിൻ്റെ ഫസ്റ്റ് പാർട്ട് നമുക്ക് തന്നിട്ടുണ്ട്. രണ്ടാമത്തെ പാർട്ടാണ് നമ്മൾ യോജിപ്പിക്കുന്നത്. അത് നമ്മൾ കണക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എ ഫ്രണ്ട് ആസ് ദ ഹോമിയോപാത്ത് വൈ. ഇവിടെ രണ്ടാമത്തെ സെൻറ്റൻസ് കണക്ട് ചെയ്യുമ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതൊരു WH ക്വസ്റ്റ്യൻ, ഒരു ഇൻഫർമേഷൻ ക്വസ്റ്റ്യനാണ്. ആ ക്വസ്റ്റ്യൻ വേർഡാണ് അവിടെ ചേർക്കേണ്ടത്. ഇതൊരു സാധാരണ സ്റ്റേറ്റ്മെൻറ്റാണ് തന്നിരിക്കുന്നത്. ഇവിടെ നമ്മൾ ദാറ്റ് എന്ന് ചേർക്കും. യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണെങ്കിൽ, ഓക്സിലറി വെർബ് വെച്ചിട്ട് തുടങ്ങുന്ന ഒരു ചോദ്യമാണെങ്കിൽ നമ്മുടെ ഇവിടെ ഈഫ് എന്നോ വെദർ എന്നോ ചേർക്കും. അതിനുശേഷം സാധാരണ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഓർഡറിലേക്ക്, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. RS എന്ന് പറഞ്ഞാൽ റിപ്പോർട്ടിംഗ് സബ്ജക്റ്റ്. നമുക്ക് തരുന്നതിൽ റിപ്പോർട്ടിംഗ് സബ്ജക്റ്റ് ഇതാണ്, എ ഫ്രണ്ട്. RV എന്ന് പറഞ്ഞാൽ റിപ്പോർട്ടിംഗ് വെർബ്, ഇതാണ് റിപ്പോർട്ടിംഗ് വെർബ്. ചോദ്യമായതുകൊണ്ട് നമ്മൾ ആസ്ക്ഡ് എന്ന് പറയുന്നു. സ്റ്റേറ്റ്മെൻ്റ് ആകുമ്പോൾ നമ്മൾ സെഡ് എന്നോ സ്റ്റേറ്റഡ് എന്നോ ടെൽ അല്ലെങ്കിൽ ടോൾഡ് ഇങ്ങനെയുള്ള പദങ്ങളൊക്കെയാണ് ഉപയോഗിക്കുക. അപ്പോൾ സെഡ് ദാറ്റ്, ടോൾഡ് ദാറ്റ്, സ്റ്റേറ്റഡ് ദാറ്റ് ഇങ്ങനെയൊക്കെ നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ നോക്കാം. അപ്പോൾ എ ഫ്രണ്ട് റിപ്പോർട്ടിംഗ് സബ്ജക്റ്റ്, ഇതാണ് സബ്ജക്റ്റ്. ഇതൊരു സെൻറ്റൻസ് തന്നെയാണ്, രണ്ട് ഭാഗമാണെന്ന് മാത്രം. റിപ്പോർട്ടിംഗ് വെർബ്, RV എന്ന് പറയുന്നത് റിപ്പോർട്ടിംഗ് വെർബ്, ഇതാണ് റിപ്പോർട്ടിംഗ് വെർബ്. ഇനി RO എന്ന് പറയുന്നത് ഇതിൻ്റെ ഒബ്ജക്റ്റ്, അതായത് ഈ ഫ്രണ്ട് ആരോടാ ചോദിക്കുന്ന? ഹോമിയോപാത്തിനോ, അതാണ് റിപ്പോർട്ടിംഗ് ഒബ്ജക്റ്റ്. അപ്പോൾ ഇത്രയുമാണ് ആദ്യത്തെ പാർട്ട്. ഇത് ഒരു സെൻറ്റൻസ് തന്നെയാണ്. ഓക്കെ, അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു? ഇത് കണക്റ്റ് ചെയ്യണം. ഒരു കോറിലേറ്റീവ് ആയിട്ടുള്ള ഒരു പദം വേണം അല്ലേ. അപ്പം നമുക്കവിടെ ഒരു കോറിലേറ്റീവ് കൺജങ്ഷൻ ആണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നോക്കാം, അവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് ദാറ്റും അങ്ങനെയുള്ളതൊന്നുമല്ല, പകരം ക്വസ്റ്റ്യൻ വേർഡ് തന്നെ ഒരു കോറിലേറ്റീവായിട്ട് പരസ്പരം കണക്ട് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നു രണ്ട് സെൻറ്റൻസുകൾ. അപ്പോൾ നോക്കാം, ഇവിടെ നമ്മൾ ക്വസ്റ്റ്യൻ വേർഡ് ഡയറക്റ്റ് എഴുതുന്നു. ക്വസ്റ്റ്യൻ വേർഡ് എഴുതി കഴിഞ്ഞാൽ പിന്നീട് നമ്മളിത് ക്വസ്റ്റ്യൻ ആയിട്ടല്ല എഴുതുന്നത്, സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് മാറ്റണം. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒരു ഓർഡർ ഓർത്ത് വെച്ചാൽ മതി. സെൻറ്റൻസിൻ്റെ സാധാരണ ഓർഡർ എന്താണ്? സബ്ജക്റ്റ് വെർബ് ഒബ്ജക്റ്റ് അല്ലേ, SVO. അപ്പോൾ സബ്ജക്റ്റ് ഓക്സിലറി വെർബ് ഒബ്ജക്റ്റ്, ഈ പാറ്റേണിലേക്ക് നമ്മൾ മാറ്റി എഴുതിയാൽ മതി. അപ്പോൾ ഇങ്ങനെ അങ്ങ് പഠിച്ചു വെച്ചാൽ മതി. അപ്പോൾ ഇത് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ എഴുതണം. സാധാരണഗതിയിൽ നമുക്ക് ചോദ്യങ്ങളിൽ വരുന്നത് ഏത് ചോദ്യമാണെങ്കിൽ ഇപ്പോൾ ഹോമിയോപാത്ത് റിപ്ലൈഡ്, ഇത് റിപ്പോർട്ടിംഗ് സബ്ജക്റ്റ് റിപ്പോർട്ടിംഗ് വെർബും ഒബ്ജക്റ്റ് ഇല്ല എന്ന് മാത്രം, അത്രേ ഉള്ളൂ. ഇവിടെ ഒരാളുടെ പേരും കൂടി ഉണ്ടെങ്കിലോ അവിടെ ഒബ്ജക്റ്റ് വന്നു, അപ്പോൾ റിപ്പോർട്ടിംഗ് ഒബ്ജക്റ്റ് വന്നു. അപ്പോൾ റിപ്പോർട്ടിംഗ് സബ്ജക്റ്റ്, റിപ്പോർട്ടിംഗ് വെർബ്, ഒബ്ജക്റ്റ്, ഇത്രയും സാധനം നമ്മൾ സാധാരണഗതിയിൽ ഉണ്ടാവും. ഇതാണ് ഫസ്റ്റ് പാർട്ട്. ഈ പാർട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? സെക്കൻഡ് പാർട്ടുമായിട്ട്, രണ്ടാമത്തെ ഭാഗവുമായിട്ട് കണക്ട് ചെയ്യുന്നു. സ്റ്റേറ്റ്മെൻ്റ് ആണെങ്കിൽ ദാറ്റ്, യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഇഫ് അല്ലെങ്കിൽ വെദർ എന്ന് ചേർക്കണം. WH ക്വസ്റ്റ്യൻ ആണെങ്കിൽ നമ്മൾ ക്വസ്റ്റ്യൻ വേർഡ് ചേർക്കണം. അതിനുശേഷം ക്വസ്റ്റ്യൻ ആണെങ്കിൽ നമ്മൾ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഓർഡറിലേക്ക് മാറ്റണം. ടെൻസ് ചേഞ്ച് ആവുകയും വേണം. അപ്പോൾ നോക്കാം, ഇവിടെ നമ്മൾ ഉത്തരം നോക്കൂ. എ ഫ്രണ്ട് ആസ് ദ ഹോമിയോപാത്ത് വൈ, ആ വൈ ആണ് ഇവിടെ ക്വസ്റ്റ്യൻ വേർഡ്. ഇനി വൈ ആർ യു, അതിൽ യു എന്നതാണ് പിന്നീട് നമുക്ക് വേണ്ട. ഓക്സിലറി പിന്നീടാണ് എഴുതുക, സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടാണ് എഴുതുക. അപ്പോൾ വൈ ആർ യു എന്ന് പറയുന്നത് ഹോമിയോപാത്തിനാണ്. അപ്പോൾ ഹോമിയോപാത്തിന് നമ്മളിവിടെ എന്ത് ചെയ്യുന്നു? ഹീ എന്ന് മാറ്റി എഴുതുന്നു. ഇനി ആർ എന്നത് പ്രസൻറ്റിലാണ്, അത് കറസ്പോണ്ടിങ് ആയിട്ട് പാസ്റ്റിലേക്ക് മാറും. അപ്പോൾ ഹീ വാസ് എന്നായി. വൈ ഹീ വാസ് വറീഡ്, എന്തുകൊണ്ടാണ് അയാൾ അങ്ങനെ വിഷമിച്ചിരുന്നത് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ വൈ ഹീ വാസ് വറീഡ്, പ്രസൻറ്റ് സിമ്പിൾ പ്രസൻറ്റ് സിമ്പിൾ പാസ്റ്റിലേക്ക് മാറി. അപ്പോൾ അത് ഒരു പാസീവ് സ്ട്രക്ചറും കൂടെയാണ്. എന്തായാലും പ്രസൻറ്റിലുള്ളത് പാസ്റ്റിലേക്ക് കൺവെർട്ടായി. ഇനി ഇതിൻ്റെ രണ്ടാമത്തെ ഭാഗം നോക്കാം. രണ്ടാമത്തെ ചോദ്യം, ഹോമിയോപാത്ത് റിപ്ലൈഡ് ദാറ്റ്. ഹോമിയോപാത്ത് റിപ്ലൈഡ്, മറുപടി പറഞ്ഞു. ദാറ്റ്, ഇവിടെ നമുക്ക് രണ്ടാമത്തത് എ സ്നേക്ക് കോയിൽഡ് അറൗണ്ട് മൈ ആം എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത്. ഹോമിയോപാത്ത് അദ്ദേഹത്തിൻ്റെ മറുപടി ഇതായിരുന്നു, എ സ്നേക്ക് കോയിൽഡ് അറൗണ്ട് മൈ ആം. എ സ്നേക്ക് കോയിൽഡ് എന്ന് കേൾക്കുമ്പോൾ തന്നെ അറിയാം വെർബിൻ്റെ രണ്ടാമത്തെ രൂപമാണ്. അപ്പോൾ അത് പാസ്റ്റ് ആയിരിക്കും, സിമ്പിൾ പാസ്റ്റ് ആയിരിക്കും. ഇപ്പോൾ സിമ്പിൾ പാസ്റ്റിൽ വന്നിരിക്കുന്ന നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണ് വേണ്ടത്. അപ്പോൾ ആൻസർ വരുന്നത് ഹോമിയോപാത്ത് ഇങ്ങനെ പറഞ്ഞു, റിപ്ലൈഡ്
എ സ്നേക്ക് കോയിൽഡ് എറൗണ്ട് മൈ ആം. അപ്പോൾ ഹോമിയോപാത്ത് ഫ്രണ്ടിനോടാണ് പറയുന്നത്. അപ്പോൾ ഹോമിയോപാത്ത് പറഞ്ഞു ഒരു പാമ്പ് എൻ്റെ കയ്യിൽ ചുറ്റി വരിഞ്ഞു എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ആൻസർ പറയുന്നത് എങ്ങനെയാണ്? ഹോമിയോപാത്ത് റിപ്ലൈഡ് ദാറ്റ് എ സ്നേക്ക് കോയിൽഡ് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യുന്നു, സിമ്പിൾ പാസ്റ്റ് ആയത് പാസ്റ്റ് പെർഫെക്റ്റിലേക്ക് മാറ്റി. അപ്പോൾ സിമ്പിൾ പാസ്റ്റിൽ കാണുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഹാഡ് ചേർക്കുക, എന്നിട്ട് വെർബിൻ്റെ തേർഡ് ഫോം ഉപയോഗിക്കുക. കോയിൽഡ് എറൗണ്ട്, എൻ്റെ കയ്യിൽ എന്നാണ് ഡോക്ടർ പറയുന്നത്, അത് നമ്മൾ എന്ത് ചെയ്യുന്നു, അദ്ദേഹത്തിൻ്റെ കയ്യിൽ അവൻ്റെ കയ്യിൽ എന്നാക്കണം. അപ്പോൾ മൈ ആം എന്നുള്ളത് ഡോക്ടർ ഹോമിയോപാത്ത് ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, ഹിസ് ആം എന്നെഴുതി. ഓക്കെ, ഇങ്ങനെയാണിത് മാറുന്നത്. അപ്പോൾ നമ്മൾ എന്താ ചെയ്തിരിക്കുന്നത്, റിപ്പോർട്ടിംഗ് സബ്ജക്റ്റ് വെബ് ഒബ്ജക്റ്റ് ഇങ്ങനെയുള്ള ഒരു പാർട്ട് ഉണ്ടാവും. സ്റ്റേറ്റ്മെൻ്റ് ആണെങ്കിൽ നമ്മൾ അവിടെ ദാറ്റ് ചേർക്കണം. അതിനുശേഷം സബ്ജക്റ്റ് ഓക്സിലറി വെബ് ഒബ്ജക്റ്റ് ക്രമത്തിൽ എഴുതുകയും ടെൻസ് പ്രസൻ്റ് ആണെങ്കിൽ പാസ്റ്റിലേക്ക് എഴുതുക, പ്രസൻറ്റ് കണ്ടിന്യൂസ് ആണെങ്കിൽ പാസ്റ്റ് കണ്ടിന്യൂസിലേക്ക് മാറ്റുക, പ്രസൻറ്റ് പെർഫെക്റ്റ് ആണെങ്കിൽ പാസ്റ്റ് പെർഫെക്റ്റിലേക്ക് മാറ്റുക. സിമ്പിൾ പാസ്റ്റിലാണ് തന്നിരിക്കുന്നതെങ്കിൽ പാസ്റ്റ് പെർഫെക്റ്റിലേക്ക് മാറ്റണം. അപ്പോൾ പ്രസൻറ്റ് പാസ്റ്റ് ആകുന്നു, പാസ്റ്റ് പെർഫെക്റ്റ് ആകുന്നു. ഇങ്ങനെയാണ് നമ്മളത് മനസ്സിലാക്കേണ്ടത്. ഓക്കെ ഇനി നമ്മൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുന്നത് ടെൻസിലെ ചേഞ്ചുകളാണ്. നമുക്ക് തരുന്ന ക്വസ്റ്റ്യൻ പ്രസൻറ്റിലാണെങ്കിൽ അത് നേരെ അതിന് കറസ്പോണ്ടിങ് ആയ പാസ്റ്റിലേക്ക് ആക്കണം. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് സിമ്പിൾ പ്രസൻറ്റിലെ ക്വസ്റ്റ്യൻ കിട്ടിയെന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങൾ സിമ്പിൾ പാസ്റ്റിലേക്ക് മാറ്റുക. അതല്ല, നിങ്ങൾക്ക് സിമ്പിൾ പാസ്റ്റിലാണ് ക്വസ്റ്റ്യൻ കിട്ടുന്നത് വിചാരിക്കുക, അപ്പം നിങ്ങൾ പാസ്റ്റ് പെർഫെക്റ്റിലേക്ക് മാറ്റുക. സിമ്പിൾ പാസ്റ്റ് കിട്ടിയെന്ന് വിചാരിക്കുക, വേർബിൻ്റെ രണ്ടാമത്തെ രൂപം തരുന്ന ഒരു ക്വസ്റ്റ്യൻ കിട്ടി വിചാരിക്കുക, ഒരു സെൻറ്റൻസ് കിട്ടിയെന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങൾ പാസ്റ്റ് പെർഫെക്റ്റിൽ എഴുതുമ്പോൾ നമ്മളിവിടെ വേർബിൻ്റെ രണ്ടാമത്തെ രൂപം മാറി മൂന്നാമത്തെ രൂപം ആയതിനു മുമ്പ് നമ്മൾ ഹാഡ് എന്ന് ചേർക്കും. അപ്പോൾ നമ്മൾ പ്ലേഡ് എന്നുള്ളൊരു വെർബാണ് ഇവിടെ കണ്ടു വിചാരിക്കുക, ഹാഡ് പ്ലേഡ് എന്നാവും. ഇത്ര വ്യത്യാസമുള്ളൂ. അപ്പോൾ ഇനി ഒന്നുകൂടെ ആലോചിക്കാം. പ്രസൻറ്റ് കണ്ടിന്യൂസിലാണ് നമുക്ക് ചോദ്യം വരുന്നതെന്ന് വിചാരിക്കുക, നിങ്ങൾ പാസ്റ്റ് കണ്ടിന്യൂസിലേക്ക് മാറ്റണം. ഉദാഹരണത്തിന് ആം, ഈസ്, ആർ എന്നൊക്കെ വരുന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ എന്ത് ചെയ്യും, വാസ്, വെയർ, ഇതിലേതാണോ ചേരുന്ന ആ ഓക്സിലറി ചേർത്ത് ബാക്കി ചേർത്ത് എഴുതും. അതല്ല, ഇവിടെ നമുക്ക് പാസ്റ്റ് കണ്ടിന്യൂസിലാണ് തന്നിരിക്കുന്നത്, വാസും വെയറും അതിലേതെങ്കിലും ഒരു ഓക്സിലറി വന്നു, വാസ്, വെയർ ഓക്സിലറി ING വന്നു. അപ്പോൾ നമ്മളത് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിലേക്ക് മാറ്റണം. അപ്പോൾ പ്രസൻ്റ് ആണെങ്കിൽ പാസ്റ്റിലേക്കും, പാസ്റ്റിലാണ് തരുന്നതെങ്കിൽ പാസ്റ്റ് പെർഫെക്റ്റിലേക്കും വരും. അപ്പോൾ പാസ്റ്റ് കണ്ടിന്യൂസിൽ വരുന്നത് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിലേക്ക് മാറും. അപ്പോൾ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആകുമ്പോൾ ഹാഡ് ബീൻ ING ചേർക്കും. അപ്പോൾ വാസോ വേറോ ING ചേർത്ത് വരുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ മാറ്റുമ്പം, അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ മാറ്റുമ്പോൾ ഹാഡ് ബീൻ ചേർത്ത് ING ചേർത്ത് പറയുക. പാസ്റ്റ് കണ്ടിന്യൂസിലാണെങ്കിൽ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിലേക്ക് മാറും. പാസ്റ്റ് കണ്ടിന്യൂസ് പാസ്റ്റ് പെർഫെക്റ്റിലാക്കും. അതേപോലെ പ്രസൻറ്റ് പെർഫെക്റ്റ് വരികയാണെങ്കിൽ നിങ്ങൾ പാസ്റ്റ് പെർഫെക്റ്റിലേക്ക് എഴുതണം. ഇവിടെ എഴുതുന്ന പോലെ എഴുതണം. പ്രസൻറ്റ് എപ്പോഴും പാസ്റ്റ് ആവും, അപ്പോൾ പാസ്റ്റ് പെർഫെക്റ്റിലേക്ക്. സിമ്പിൾ പാസ്റ്റും പാസ്റ്റ് പെർഫെക്റ്റിലേക്ക് മാറും. അപ്പോൾ രണ്ടെണ്ണം ഒരേമാതിരി മാറുന്നുണ്ട് അല്ലേ. പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസോ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിലേക്ക് മാറും. പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിലേക്ക് മാറും. അപ്പോൾ എല്ലാം അടുത്ത ടെൻസിലേക്കാണ് നിങ്ങൾ ചിന്തിക്കുന്നത്. സിമ്പിൾ പ്രസൻറ്റ് സിമ്പിൾ പാസ്റ്റിലേക്ക് മാറും, സിമ്പിൾ പാസ്റ്റ് വന്നാൽ പാസ്റ്റ് പെർഫെക്റ്റിലേക്ക് മാറും. ഇങ്ങനെയുള്ള ടെൻസിൻ്റെ ചേഞ്ചസ് ഓർത്ത് വെക്കുക. പിന്നെ ഇതുപോലെ തന്നെ ടൈം ആഡ്വേർബ്സ്, അങ്ങനെ പ്ലേസിൻ്റെയും ടൈമിനെയും സംബന്ധിച്ചുള്ള ആഡ്വേർബ്സ് എല്ലാം ഇതേപോലെ ചേഞ്ച് ആവും. അപ്പോൾ ഇത് മാത്രമൊന്നുമല്ല, കുറേ അധികമുണ്ട്. ഇപ്പോൾ തൽക്കാലം നിങ്ങളിങ്ങനെ തുടക്കം എന്ന നിലയ്ക്ക്, ഇനി പരീക്ഷയ്ക്ക് ഇനിയും ദിവസങ്ങളുണ്ട്, നമുക്ക് ഇടയ്ക്ക് ക്ലാസ് ഇടാം. നിങ്ങൾ ക്ലാസ്സുകളൊക്കെ കാണണം, അഭിപ്രായം പറയണം, നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇടയ്ക്ക് നമ്മുടെ ഈ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷിൻ്റെ സ്പോക്കൺ ഇംഗ്ലീഷ് പഠിക്കുന്ന ഈ ഒരു ചാനലിൽ തന്നെ നമുക്ക് ഇടയ്ക്ക് ഇങ്ങനെയുള്ള ഗ്രാമർ സെഗ്മെൻറ്റ്സ് ഇടാം. അപ്പോൾ നോക്കാം, നൗ എന്നത് എപ്പോഴും റിപ്പോർട്ട് ചെയ്യുമ്പോൾ ദെൻ എന്നാകും. നൗ ദെൻ. ഇപ്പോൾ എന്നത് എന്തായാലും മറ്റൊരാൾ പറയുമ്പോൾ അത് അപ്പോൾ എന്നാകും. ഇപ്പം ഞാൻ പഠിക്കുകയാണെന്ന് ഒരാൾ പറയുന്നത് ഡയറക്റ്റ് സ്പീച്ച്. ഞാനിപ്പോൾ പഠിക്കുന്നു, വീട്ടിൽ ചെന്നിട്ട് നമ്മൾ ആളെക്കുറിച്ച് അവനപ്പോൾ പഠിക്കുകയായിരുന്നു പറയും. ഇത് തന്നെയാണ് റിപ്പോർട്ടർ സ്പീച്ച്. ഇനി ടുഡേ എന്നത് ദാറ്റ് ഡേ എന്നാവും. ദ സെയിം ഡേ എന്നും പറയാം. ഓക്കെ, ടുമോറോ ദ ഫോളോയിങ് ഡേ, കമ്മിങ് ഡേ എന്നും വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം. യെസ്റ്റർഡേ ദ ഡേ ബിഫോർ എന്നോ ദ പ്രീവിയസ് ഡേ എന്നോ പറയാം. ദ പ്രീവിയസ് ഡേ. ഇപ്പോൾ ലാസ്റ്റ് ഇയർ എന്ന് പറയുന്നത് വിചാരിക്കുക, കഴിഞ്ഞ വർഷം ലാസ്റ്റ് ഇയർ, ദ പ്രീവിയസ് ഇയർ. ലാസ്റ്റ് വീക്ക് ദ പ്രീവിയസ് വീക്ക്. അപ്പോൾ ലാസ്റ്റ് എന്നതൊക്കെ നമുക്ക് പ്രീവിയസ് എന്നാക്കാം. മനസ്സിലായല്ലോ. ഇപ്പോൾ അടുത്തത് എഗോ എന്നത് നമ്മൾ ബിഫോർ എന്നാക്കും. ഹിയർ എന്നത് ദെയർ എന്നാവും. അപ്പോൾ ഈ ഹിയർ ആഫ്റ്റർ എന്നാണെങ്കിൽ ദെയർ ആഫ്റ്റർ എന്നാകും. ദിസ് എന്നത് ദാറ്റ് എന്നാവും. ഇതെന്നത് അതെന്നാകും. ദീസ് എന്നത് ദോസ് എന്നാകും. നെക്സ്റ്റ് ഇയർത്ത് വരുന്നതൊക്കെ ഒന്നുകിൽ കമ്മിങ് അല്ലെങ്കിൽ ഫോളോയിങ്. നെക്സ്റ്റ് ഇയർ, കമ്മിങ് ഇയർ അല്ലെങ്കിൽ ഫോളോയിങ് ഇയർ. ഇങ്ങനെയാണ് നമ്മളിതിൻ്റെ ചേഞ്ചസ് വരുന്നത്.
അപ്പോൾ ഇതെല്ലാം നമ്മൾ ആഡ്വേർബ്സുമായി ബന്ധപ്പെട്ട ടൈം പ്ലേസ് ആഡ്വേർബ് ടൈം ആഡ്വേർബ്സ് അല്ലെങ്കിൽ പ്ലേസിനെ സംബന്ധിച്ച് ആഡ്വേർബ്സിൻ്റെ ചേഞ്ചസ് ആണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം നമുക്ക് ഇനിയും കുറച്ച് കാര്യങ്ങൾ കൂടെ നമ്മളിതുമായിട്ട് പറയാനുണ്ട്. നിങ്ങൾക്ക് തെറ്റുകൂടാതെ ഇത് ചെയ്യാൻ നിങ്ങൾ ആകെ ചെയ്യേണ്ടത്, നമുക്ക് തരുന്നത് പ്രസൻറ്റിലാണെങ്കിൽ ഏത് ടെൻസിലാണോ തരുന്നത് അതിന് കറസ്പോണ്ടിങ് ആയ നിങ്ങൾ ഇങ്ങനെ ഓർത്ത് വെക്കുക. പ്രസൻറ്റ് മാറി പാസ്റ്റ് ആകുന്നു, പാസ്റ്റിൽ നിന്ന് പാസ്റ്റ് പെർഫെക്റ്റിലേക്ക് മാറുന്നു. ഇനി നമ്മളിതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, സിമ്പിൾ പ്രസൻറ്റ് ആണെങ്കിൽ സിമ്പിൾ പാസ്റ്റിലേക്കും, തരുന്ന ചോദ്യം സിമ്പിൾ പാസ്റ്റിലുള്ളതാണെങ്കിൽ പാസ്റ്റ് പെർഫെക്റ്റിലേക്ക് മാറുമെന്ന് മാത്രം ഓർത്ത് വെക്കുക. അപ്പോൾ പ്രസൻറ്റ് കണ്ടിന്യൂസ് പാസ്റ്റ് കണ്ടിന്യൂസിലേക്ക് മാറും. അഥവാ പാസ്റ്റ് കണ്ടിന്യൂസ് തന്നാൽ നിങ്ങളത് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിലേക്ക് മാറുമെന്ന് വിചാരിക്കുക. പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിൽ ആഡ് ബീൻ ING അങ്ങനെയുള്ളതൊക്കെയാണ് വരിക. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിലാവാം. ഇതുവരെയുള്ളതൊക്കെ നിങ്ങൾ നന്നായിട്ട് നോക്കുകയാണെങ്കിൽ നമുക്കിനി റിപ്പോർട്ടിംഗ് ഏരിയയിലുള്ളത് തെറ്റാതെ നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റും. എല്ലാ തരത്തിലുള്ള ക്വസ്റ്റ്യൻസും SSLC അതേപോലെ തന്നെ 9th 8th ഈ ഒരു ഇതിലാണ് കൂടുതലും നമ്മൾ ഇങ്ങനത്തെ കാണുന്നത്. അതിന് താഴെയുള്ള ക്ലാസ്സുകളിലുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഞാൻ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടില്ല, ഉണ്ടായിരിക്കാം. അപ്പോൾ അത് പഠിക്കാൻ കഴിയുമെങ്കിൽ ഇത് പഠിക്കുന്നത് നല്ലതാണ്. ടെൻസ് നന്നായിട്ട് അറിയുന്ന ആൾക്കാർക്ക് വളരെ എളുപ്പമായിരിക്കും. അല്ലാത്തവർ ഇതിൻ്റെ ഷോർട്ട് കട്ടിലൂടെയൊക്കെ പോവുക, എന്തൊക്കെയാണ് മാറ്റം വരുന്നതെന്ന് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലിടുക. ഓക്കെ, താങ്ക് യു.